ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ചേച്ചി നമ്മളെ ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതിൽ നീ ജോയിൻ ചെയ്തോ? ചിട്ടിയല്ലേ, സമയാവട്ടെ. ഇത് തന്നെ സമയം. ഇതേ KSFEയുടെ സുവർണ ജൂബിലി ചിട്ടിയ 50 പവൻ സ്വർണ്ണമാണ് ബമ്പർ സമ്മാനം. പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ്, ഹോണ്ട ആക്ടിവ, സ്മാർട്ട് ഫോൺസ്, അങ്ങനെ പലതും ഉണ്ട്. KSFE സുവർണ ജൂബിലി ചിട്ടികൾ ഈ സമയമൊക്കെ അങ്ങ് മാറും. പിന്നെ കാര്യങ്ങളുള്ളതാണേ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 1 തിങ്കളാഴ്ച. തമിഴ് ഭാഷ പഠിക്കാനായില്ല എന്നത് തന്റെ ദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലവും നിലനിൽക്കുന്ന ദുഃഖമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ഭാഷയാണ് തമിഴെന്നും തന്റെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ മോദി പറഞ്ഞു. ഏപ്രിൽ 6 തമിഴ്നാട്ടിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതിന് പിന്നാലെ തമിഴ് ഭാഷ ചീട്ടിറക്കി അമിത്ഷായും. പഴക്കമേറിയതും മധുരമേറിയതുമായ തമിഴ് ഭാഷയിൽ തന്റെ അണികളോട് സംസാരിക്കാൻ കഴിയാത്തതിൽ ദുഃഖമുണ്ടെന്നായിരുന്നു അമിത്ഷാ അഭിപ്രായപ്പെട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഗുലാം നബി ആസാദ് പ്രധാനമന്ത്രിയായിട്ടും താൻ വന്ന വഴി മോദി മറന്നില്ലെന്നും ചായ്വാല എന്ന് അഭിമാനത്തോടെ സ്വയം വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് മോദിയെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾ നരേന്ദ്രമോദിയിൽ നിന്ന് പഠിക്കണമെന്നും പ്രധാനമന്ത്രിയായിട്ടും അദ്ദേഹം തന്റെ വേരുകൾ മറന്നില്ലെന്നും ഗുലാം നബി ആസാദ്. നരേന്ദ്രമോദിയുമായി തനിക്ക് ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രി വളരെ വിനയാന്വിതനായ വ്യക്തിയാണെന്നും ആസാദ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതിരാളികളെ തകർക്കുന്ന ശത്രുവാണെന്ന് കോൺഗ്രസ് MP രാഹുൽ ഗാന്ധി. നാം ഇതിലും വലിയ ശത്രുവിനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നും ബ്രിട്ടീഷ് ഭരണവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ആരാണ് നരേന്ദ്രമോദിയെന്നും രാഹുൽ. ഈ രാജ്യത്തെ ജനങ്ങൾ ബ്രിട്ടീഷുകാരെ തിരിച്ചയച്ചവരാണെന്നും അതേ രീതിയിൽ നാം മോദിയെ നാഗ്പൂരിലേക്ക് തിരിച്ചയക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് ഒരാളെ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയാൽ കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഭൂരിപക്ഷം പേരും ചൂണ്ടിക്കാട്ടുന്നത് രാഹുൽ ഗാന്ധിയെ ആണെന്ന് സർവേ. തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ IANS വോട്ടർ നടത്തിയ സർവേയിലാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആസാമിലും പശ്ചിമബംഗാളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മോദിയാണ് മുന്നിൽ. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ജനപ്രീതിയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് സർവേ റിപ്പോർട്ട്. അസം, കേരള, പശ്ചിമബംഗാൾ, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടത്തിയ IANS വോട്ടർ സർവേയിലാണ് കേരള മുഖ്യമന്ത്രി മുന്നിലെത്തിയത്. കേരളത്തിലെ 53.08% ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രകടനത്തിൽ വളരെയധികം സംതൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ അസമിൽ സർബാനന്ദ സോനോവാലിന് 45.84%, പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്ക് 44.82% സംതൃപ്തി പ്രകടിപ്പിച്ചു. അതേസമയം തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമിക്ക് 16.55%, പുതുച്ചേരിയിൽ V നാരായണസ്വാമിക്ക് 17.48% പേരും മാത്രമേ സംതൃപ്തി പ്രകടിപ്പിച്ചുള്ളൂ. മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ പ്രത്യേക മന്ത്രാലയം വേണമെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തോട് പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേന്ദ്രം 2 വർഷം മുമ്പ് തന്നെ ഫിഷറീസ് വകുപ്പ് ആരംഭിച്ചതുപോലും അറിയാത്ത വ്യക്തിയാണ് രാഹുലെന്നും അവധിയിലായിരുന്നതുകൊണ്ടാകാം ഇക്കാര്യം അദ്ദേഹം അറിയാതിരുന്നതെന്നും അമിത്ഷാ പരിഹസിച്ചു. BJPക്ക് കേരളത്തിൽ ഒരു MP പോലും ഇല്ലാതിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തോട് ഒരു വിവേചനവും കാട്ടിയിട്ടില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിനായി കേന്ദ്രം നിരവധി കാര്യങ്ങൾ ചെയ്തെന്നും എല്ലാ സംസ്ഥാനങ്ങളും മുന്നേറണം എന്നാണ് മോദിജി ആഗ്രഹിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കിഫ്ബിയെക്കുറിച്ചും സംസ്ഥാന ബജറ്റിനെ കുറിച്ചുമൊക്കെ പമ്പര വിഡ്ഢിത്തങ്ങളാണ് നിർമ്മല സീതാരാമൻ നടത്തിയതെന്ന് തോമസ് ഐസക്. ഒട്ടും ഗ്രഹപാഠം ചെയ്തില്ലെന്ന് മാത്രമല്ല, പറഞ്ഞ വിഷയങ്ങളിലൊന്നും ഒരു ധാരണയും തനിക്കില്ലെന്ന് തെളിയിക്കുന്നതായിപ്പോയി അവർ നടത്തിയ പരാമർശങ്ങളെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ആരോ എഴുതി തന്നത് തത്തമ്മേ പൂച്ച പൂച്ച എന്ന് യാന്ത്രികമായി വായിക്കുമ്പോൾ വഹിക്കുന്ന പദവിയുടെ അന്തസ്സാണ് ഇടിഞ്ഞു പോകുന്നത് എന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തിരിച്ചറിയണമായിരുന്നുവെന്നും തോമസ് ഐസക്. ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ ഗൂഢാലോചന ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ചില ദുഷ്ടാത്മാക്കൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും എന്നാൽ നെറുകേടുകൾ നാട്ടിൽ ചെലവാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വഴിവിട്ട നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് LDF സർക്കാരിന്റെ പിടലിക്ക് വെച്ചുകെട്ടാമെന്ന് കരുതേണ്ടെന്നും അത് ചിലവാകില്ലെന്നും LDF സർക്കാരിന്റെ സംശുദ്ധി കൃത്യമായി ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി നല്ല ടൂറിസ്റ്റാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം പല കടലുകളിലും നീന്തി ശീലിച്ചിട്ടുണ്ടാകാം. എന്നാൽ ലോകത്തിലെ മറ്റു കടലുകളിൽ നീന്തുന്നത് പോലെയല്ല കേരളത്തിലെ കടലെന്ന് പിണറായി വിജയൻ.
രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് കേരളത്തിലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഗുണമുണ്ടായെന്നും പിണറായി പരിഹസിച്ചു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാനുള്ള അടവ് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ പിറ്റേന്നാണോ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകളെയും ദുരിതത്തെയും കുറിച്ച് സർക്കാരിന് ബോധോദയമുണ്ടായതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്ഥാനാർത്ഥികളാക്കിയതിന്റെ സാഹചര്യം വോട്ടെടുപ്പ് കഴിഞ്ഞ് 30 ദിവസത്തിനകം വിശദീകരിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്രിമിനൽ സ്വഭാവമുള്ളവർ നിയമനിർമ്മാണ സഭകളിൽ എത്താതിരിക്കാനുള്ള കമ്മീഷന്റെ പ്രധാന ചുവടുവെപ്പാണിത്. ഇക്കാര്യത്തിൽ ശുദ്ധീകരണത്തിന് തുടക്കമിടുകയാണ് കമ്മീഷൻ. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം? അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. കേരളത്തിൽ ഇന്നലെ 62,769 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3,254 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 15 മരണങ്ങളാണ് COVID-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4,197 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചവരിൽ 88 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 2,979 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 166 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4,333 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 49,420 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ. കോഴിക്കോട് 387, കോട്ടയം 363, മലപ്പുറം 354, എറണാകുളം 352, കൊല്ലം 315, പത്തനംതിട്ട 266, ആലപ്പുഴ 247, തൃശൂർ 201, കണ്ണൂർ 181, തിരുവനന്തപുരം 160, കാസർഗോഡ് 123, ഇടുക്കി 118, വയനാട് 99, പാലക്കാട് 88. സംസ്ഥാനത്ത് ഇന്നലെ പുതിയ ഹോട്ട്സ്പോട്ടുകളില്ല. 2 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 367 ഹോട്ട്സ്പോട്ടുകൾ. സംസ്ഥാനത്ത് ഇന്നു മുതൽ 2ാം ഘട്ട COVID-19 വാക്സിനേഷനുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ പൗരന്മാർക്കും 45നും 59നും ഇടയിൽ പ്രായമുള്ള മറ്റ് രോഗബാധിതർക്കുമാണ് രജിസ്ട്രേഷൻ അനുവദിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെ വിവിധ സർക്കാർ ആശുപത്രികൾക്ക് പുറമെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും വാക്സിൻ എടുക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ്. EMCCയുമായുള്ള കരാർ N. പ്രശാന്ത് IAS കൊണ്ട് ഒപ്പുവെപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന കടകംപള്ളി സുരേന്ദ്രന്റെ പ്രസ്താവനയിൽ പരിഹാസവുമായി VD സതീശൻ MLA. മുഖ്യമന്ത്രി അറിയാതെ അദ്ദേഹത്തിന്റെ വകുപ്പിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള IASകാരനെ കൊണ്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെപ്പിക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ലെന്നും സതീശൻ പറഞ്ഞു. നരേന്ദ്രമോദിയുടെ ആശയങ്ങൾ സ്വീകരിച്ച് NDAയിലേക്ക് കടന്നുവരണമെന്ന തന്റെ ക്ഷണം തള്ളിയ മുസ്ലിം ലീഗിനും നേതാക്കൾക്കും ശോഭാ സുരേന്ദ്രന്റെ മറുപടി. മുസ്ലിം ലീഗിനെ വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂവെന്നും മുങ്ങാൻ പോകുന്ന കപ്പലിൽ എത്ര കാലം നിൽക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് പൊതു മാനദണ്ഡം വേണമെന്ന് ആവശ്യപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡിനെ കത്തയച്ചു. ഉമ്മൻചാണ്ടി ഒഴികെ 5 തവണ MLA ആയവരെ ഒഴിവാക്കണം, 2 തവണ തിരഞ്ഞെടുപ്പിൽ തോറ്റവരെ പരിഗണിക്കരുതെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. TN പ്രതാപൻ MP ഉൾപ്പെടെയുള്ളവർ ചേർന്നാണ് കത്ത് ഹൈക്കമാൻഡിനെ അയച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ സുന്നി നേതാവ് സമദ് പൂക്കോട്ടൂർ. പൊതുമണ്ഡലത്തിൽ മുസ്ലിം സ്ത്രീകളെ മത്സരിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും ഒഴിച്ചുകൂടാനാവാത്ത സാഹചര്യങ്ങളിൽ സംവരണ സീറ്റുകളിൽ മത്സരിപ്പിക്കാമെന്നുമാണ് SYS സംസ്ഥാന സെക്രട്ടറി കൂടിയായ സമദ് പൂക്കോട്ടൂരിന്റെ പ്രതികരണം. മറിച്ച് ചിന്തിച്ചാൽ അതിന്റെ അനന്തരഫലം കാത്തിരുന്നു കാണണമെന്നും ലീഗിനെ സമദ് പൂക്കോട്ടൂർ മുന്നറിയിപ്പ് നൽകി. കേന്ദ്ര സാഹിത്യ അക്കാദമി 11 ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്ര ഗ്രന്ഥങ്ങൾ ശിവഗിരിയിൽ സമർപ്പിച്ചു. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, കൊങ്ങിണി, മറാഠി, നേപ്പാളി, പഞ്ചാബി, തമിഴ്, തെലുങ്ക്, ഉറുദു ഭാഷകളിലാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചത്. ശിവഗിരി മഹാസമാധിയിൽ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദയ്ക്കാണ് PT തോമസ് MLA പുസ്തകങ്ങൾ സമർപ്പിച്ചത്. 25.54 കിലോമീറ്റർ റോഡ് 18 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച് ദേശീയപാത അതോറിറ്റി. വിജയ്പൂർ മുതൽ സോലാപൂർ വരെയുള്ള 4 വരി പാതയുടെ ഒരു വരിയാണ്
റെക്കോർഡ് സമയത്തിനുള്ളിൽ പണി തീർത്തത്. ഇത് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചതായി ഗതാഗത ദേശീയപാത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിൽ വ്യക്തമാക്കി. യുവതിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആരോപണത്തെ തുടർന്ന് മഹാരാഷ്ട്ര മന്ത്രി രാജിവെച്ചു. വനം വകുപ്പ് മന്ത്രി സഞ്ജയ് റാത്തോഡാണ് മന്ത്രിസ്ഥാനം രാജിവെച്ചത്. ബീഡ് സ്വദേശിയായ 23-കാരിയുടെ മരണവുമായി ബന്ധപ്പെടുത്തി BJP ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്നാണ് രാജി. ഞാനങ്ങ് തിരിച്ചു പോയാലോ ദുബായിക്ക്? പണയം വെച്ച ഗോൾഡിന്റെ കാര്യം ആലോചിച്ചിട്ടാണോ? കുറഞ്ഞ പലിശയ്ക്ക് അത് KSFയിൽ സേഫ് അല്ലേ? KSFE ഗോൾഡ് ലോൺ, മനുഷ്യപ്പറ്റുള്ള ഒരു ഗോൾഡ് ലോൺ. ഇന്ത്യയിൽ ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് 15,614 പേർക്ക്, മരണം 108. ഇതോടെ ആകെ മരണം 1,57,195 ഇതുവരെ 1,11,12,056 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രാജ്യത്ത് നിലവിൽ 1.57 ലക്ഷം കോവിഡ് രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 8,293 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 197 പേർക്കും, തമിഴ്നാട്ടിൽ 479 പേർക്കും, കർണാടകയിൽ 521 പേർക്കും, ആന്ധ്രാപ്രദേശിൽ 117 പേർക്കും ഇന്നലെ രോഗം സ്ഥിരീകരിച്ചു. അരുണാചൽ പ്രദേശ് പൂർണ്ണമായും കോവിഡ് മുക്തമായി. ചികിത്സയിലുണ്ടായിരുന്ന 3 പേർ കൂടി ഞായറാഴ്ച രോഗമുക്തി നേടിയതോടെയാണിതെന്ന് മുതിർന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. 16,836 പേർക്കാണ് അരുണാചൽ പ്രദേശിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 16,780 പേർ രോഗമുക്തി നേടി. ഇതുവരെ 56 മരണമാണ് കോവിഡ് മൂലം അരുണാചൽ പ്രദേശിൽ ഉണ്ടായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആഗോളതലത്തിൽ ഇന്നലെ 2,98,206 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 44,744 പേർക്കും, ബ്രസീലിൽ 34,027 പേർക്കും രോഗം ബാധിച്ചു. ഇതോടെ ആഗോളതലത്തിൽ 11.46 കോടി ജനങ്ങൾക്ക് കോവിഡ് ബാധിച്ചു. നിലവിൽ 2.19 കോടി കോവിഡ് രോഗികൾ. ആഗോളതലത്തിൽ 5,781 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 1,135 പേരും, ബ്രസീലിൽ 755 പേരും, മെക്സിക്കോയിൽ 783 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ മൊത്തം 25.42 ലക്ഷം മരണം സ്ഥിരീകരിച്ചു. വിജയ് ഹസാരെ ട്രോഫിയിൽ ബീഹാറിനെതിരെ 9 വിക്കറ്റിന്റെ തകർപ്പൻ വിജയവുമായി കേരളം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ബീഹാർ ഉയർത്തിയ 149 റൺസ് വിജയലക്ഷ്യം വെറും 53 പന്തുകൾക്കുള്ളിൽ കേരളം മറികടന്നു. 32 പന്തിൽ 10 സിക്സും 4 ഫോറും അടക്കം 87 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന റോബിൻ ഉത്തപ്പയാണ് കേരളത്തിന്റെ വിജയം എളുപ്പമാക്കിയത്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ കരിയറിലെ മികച്ച നേട്ടവുമായി ഇന്ത്യൻ ഓപ്പണർ രോഹിത് ശർമ്മ. ഫെബ്രുവരി അവസാനം പുറത്തിറങ്ങിയ ടെസ്റ്റ് റാങ്കിങ്ങിൽ 6 സ്ഥാനങ്ങൾ മുന്നോട്ട് കയറി രോഹിത് 8ാം സ്ഥാനത്താണ്. ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ മികച്ച പ്രകടനമാണ് രോഹിത്തിന് നേട്ടമായത്. ISLൽ തങ്ങളുടെ അവസാന മത്സരത്തിൽ FC ഗോവയ്ക്കെതിരെ ഗോൾ രഹിത സമനില വഴങ്ങിയതോടെ ഹൈദരാബാദ് FC സെമി ഫൈനൽ കാണാതെ പുറത്ത്. സെമിയിലെത്താൻ വിജയം അനിവാര്യമായിരുന്ന ഹൈദരാബാദിനെ സ്വന്തം സ്റ്റേഡിയത്തിൽ ഗോവ സമനിലയിൽ തളയ്ക്കുകയായിരുന്നു. മത്സരം സമനിലയിലായതോടെ സെമി ഫൈനൽ കടക്കുന്ന 4ാമത്തെ ടീമായി ഗോവ കടന്നുകൂടി. ISLലെ ഈ സീസണിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ATK മോഹൻ ബഗാനെ തകർത്ത് മുംബൈ സിറ്റി. എതിരില്ലാത്ത 2 ഗോളുകൾക്കായിരുന്നു മുംബൈയുടെ ജയം. ഈ ജയത്തോടെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് ഘട്ടം അവസാനിപ്പിക്കാൻ മുംബൈക്കായി. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ വിരൽ തുമ്പിൽ.